പിരിച്ചുവിട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ കൊച്ചി ആസ്ഥാനമായ ടാൽറോപ്പ് കമ്പനി 300-ലേറെ ജീവനക്കാരെയാണ് കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത്. പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജീവനക്കാർ. പ്രതികരണം കാണാം. സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫ്രഷറായിട്ട് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാനിവിടെ ബാക്ക് ആൻഡ് ഡെവലപ്പറാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് മന്ത് ഇവർ കറക്റ്റ് സാലറി അന്ന് കൊടുത്തു. ഞാനൊരു 1.5 വർഷത്തിന് മുന്നേ ചെയ്തത്. അതിനുശേഷം പിന്നെ സാലറി നമുക്ക് ഡിലേ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവർ സാലറി എൻറ്റയർലി നിർത്തി, ആർക്കും കൊടുക്കാണ്ടായി. എൻറ്റയർലി അവർ പിന്നെ എല്ലാവരും പിരിച്ചുവിടുകയും കൂട്ടായിട്ട് എല്ലാവരും പിരിച്ചുവിട്ടതിന് ശേഷം സാലറി തരാമെന്നുള്ള രീതിക്ക് അവർ ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. ഒരു ടൈം പീരീഡ് ഇപ്പം തരാം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും അവർ പറഞ്ഞില്ല. ഇപ്പോൾ പറയുന്നത് നമുക്ക് വേറെ വർക്കൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ലേബർ ഓഫീസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലേബർ ഓഫീസ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ ഓഫീസ് അടഞ്ഞു കിടക്കുവാണ്. ഇവരെല്ലാവരും ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. 2025 ഡിസംബർ 31 എല്ലാ പെൻഡിങ് സാലറിയും ക്ലിയർ ആക്കും നമ്മുടെ അടുത്ത് പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയേക്കുന്നത് ജനുവരിയിൽ കമ്പനി സ്പ്ലിറ്റ് ചെയ്ത സമയത്തും കാര്യങ്ങളിലും എല്ലാ പേയ്മെൻറ്റ്സും ജനുവരിയോട് കൂടി ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ മെയ്യിലായി, പിന്നെ അത് ജൂണായി, ഇപ്പോൾ ജൂലൈ ആയി. സോ ആർക്കും തന്നെ ഈ ഡേറ്റ്സിലോ കാര്യങ്ങളിലോ ഒരു ട്രസ്റ്റ് പോലും ഇല്ല. ഒക്ടോബറോടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുമെന്ന് കമ്പനി സിഇഒ ജോൺസ് ജോസഫ് 24-നോട് പറഞ്ഞു. കഥ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രതിഷേധം ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ കുറച്ച് സാലറി ഡിലേ ഉണ്ട്. അല്ല, പൂട്ടാനായിട്ടുള്ള കാരണം ടാൽറോപ്പ് അല്ല പൂട്ടിയത്, ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റം കമ്പനിയാണ് പൂട്ടിയത്. ടാൽറോപ്പിൻ്റെ അണ്ടറിൽ തന്നെ 67ഓളം വേറെ കമ്പനികളുണ്ട്, സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും ടാൽറോപ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കോസ്റ്റ് കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു രീതിയല്ലേ. അപ്പോൾ ഒരു ഓഫീസ് എന്തിനാണ് അടച്ചു പൂട്ടുന്നത്? നമുക്കൊരു പോളിസി ഉണ്ട്. ഒന്ന്, ഇപ്പോൾ ടാൽറോപ്പിൻ്റെ എംപ്ലോയീസിൽ നോട്ടീസ് പീരീഡ് ഇല്ല, അതായത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അന്ന് തന്നെ പോകാം. ഓക്കെ, പക്ഷേ നമ്മളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മാസത്തെ ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കും, ആ 2 മാസത്തെ സാലറിയും കൊടുക്കും. ഇപ്പോൾ ഒരു കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് 300 പെർ ഡേ ആണ്. കാരണം ഇപ്പോൾ എനിക്കൊരു ഡേറ്റ് പറയാൻ എന്ത് ചെയ്യുന്നില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി ചേരുന്നു. ആൻമരിയ, ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനി അങ്ങ് തൊഴിലാളികളെ പറഞ്ഞു വിടുകയാണ്. നേരത്തെ നോട്ടീസ് നൽകിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവർക്ക് നഷ്ടപരിഹാരം കമ്പനി ഉറപ്പാക്കിയിട്ടില്ല. അല്പസമയം മുമ്പ് കമ്പനി സിഇഒ തന്നെ പറഞ്ഞത് ആ നഷ്ടപരിഹാരം എപ്പോൾ കൊടുക്കാൻ കഴിയും എന്ന ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നാണ്. അതിനു മുമ്പ് 24-നോട് പ്രതികരിച്ച അവിടുത്തെ ജീവനക്കാരൻ പറഞ്ഞത് മാസങ്ങളായി അവർക്ക് ശമ്പളം ലഭിച്ചിട്ട് എന്നാണ്. തൊഴിൽ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തീർച്ചയായും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുള്ള ഈ പ്രതിസന്ധി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കോറോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധിയിൽ നിലവിൽ ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു കമ്പനി കൂടി ജീവനക്കാരെ എല്ലാം വഴിയാധാരമാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പല ഘട്ടങ്ങളായിട്ട് ആളുകളെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ചില ജീവനക്കാരോട് നിങ്ങൾ രാജിവെക്കണമെന്ന് പറയുന്നു, ചിലരെ ഒറ്റയടിക്ക് ടെർമിനേറ്റ് ചെയ്യുന്നു. എന്താണ് കാരണമെന്ന് പോലും അറിയിക്കാതെ ഒരു മെയിൽ മുഖേന ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. ജനുവരി മാസത്തിൽ കമ്പനി അറിയിക്കുന്നത് പ്രകാരമാണ് എങ്കിൽ ജനുവരി മാസത്തിൽ ഇവർക്കൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. കമ്പനി സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നും അത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടിയാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ ചിലതായി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കമ്പനി പൂട്ടുകയാണ് എന്നും നിങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ ഈ മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും നൽകുമെന്ന് കാണിച്ചുകൊണ്ടാണ്, അതായത് ജൂലൈ മാസത്തിൽ ആദ്യത്തോടു കൂടി നൽകുമെന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഇവരെ ഫോൺ വിളിക്കുന്നതിനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളുമായിട്ടോ ബന്ധപ്പെടുന്നതിന് ജീവനക്കാർക്ക് സാധിക്കുന്നില്ല എന്ന് ജീവനക്കാർ പറയുന്നു. ഒരൊറ്റ മെയിൽ മാത്രമാണ്, ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മെയിൽ മാത്രം വരും. തിരിച്ചങ്ങോട്ടേക്ക് മെയിൽ അയക്കുകയാണ് എങ്കിൽ അവർ റിപ്ലൈ പോലും നൽകുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ അതിന് പോലും നൽകാറില്ല എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത്. അതിനിപ്പോൾ കമ്പനി നൽകിയിരിക്കുന്ന വിശദീകരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ AI-യുടെ വരവോടുകൂടി നഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ടാൽറോപ്പ് പൂർണ്ണമായിട്ടും പൂട്ടുകയല്ല, അതിന്റെ ഒരു എക്കോസിസ്റ്റം മാത്രമാണ് ഇപ്പോൾ നിലവിൽ പൂട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം ജീവനക്കാർക്ക് മുടങ്ങിക്കിടക്കുന്ന ഈ ശമ്പളവും അതോടൊപ്പം തന്നെ നൽകാമെന്ന് അറിയിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം, ആ നഷ്ടപരിഹാരം പെർ ഡേ 300 എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാജിവെച്ചിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇവർ എന്നാണോ നഷ്ടപരിഹാരം നൽകുന്നത് അന്ന് വരെയുള്ള ഈ 300 രൂപ, ആ 300 രൂപയും ഉൾപ്പെടെയായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരവും നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിലും കൃത്യമായിട്ട് എന്ന് നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു ദിവസം പോലും കമ്പനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതായത് ഒരു ഉറപ്പ് പോലും ജീവനക്കാർക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഇത് കാണിച്ചുകൊണ്ട് ലേബർ കമ്മീഷൻ ഉൾപ്പെടെ ഇവർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുമായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവർക്ക് കൃത്യമായിട്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ചില ജീവനക്കാർ ഇത് ടാൽറോപ്പിന് പല ഘടകങ്ങളായിട്ടുണ്ട്, അതായത് പല മേഖലകളായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ കമ്പനികളിലേക്കായിട്ട് 6 മാസം കഴിയുമ്പോഴെല്ലാം ഇവരെ മാറ്റുകയാണ്. അതുകൊണ്ട് അതിലൊരു നിയമസാധ്യത ഇല്ല എന്നുമാണ് ഈ ലേബർ കമ്മീഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്നുമാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും 300ഓളം വരുന്ന ജീവനക്കാരാണ് ദിലീപ് കുമാർ വഴിയാധാരമായി നിൽക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.